ബേബി ആദിനി. ആദിനിക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. കഴിക്കാൻ മാത്രമേ അറിയൂ. It's okay ഡാ. It's okay. എന്താ അജുവേട്ടാ, ഞാൻ ഇന്നലെ അജുവേട്ടനോട് പറഞ്ഞതല്ലേ കുടുംബത്തില് ഓരോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ. പ്രഗ്നന്റ് അല്ലെങ്കിലും ടെസ്റ്റ് നടത്തുമ്പോ പോസിറ്റീവ് ആവുക, നമ്മൾ അറിയാതെ നമ്മുടെ ഫോണില് മറ്റൊരാളിന്റെ പേര് വരുന്നു, ആവശ്യമില്ലാതെ സംശയങ്ങൾ വരുന്നു. ഇതിന്റെ ഒക്കെ കാരണം ഒരാളിന്റെ ഈശ്വര വിശ്വാസം ഇല്ലായ്മയാ. ചില അമ്പല ദർശനങ്ങൾ, നേർച്ചകൾ, ഭജനകൾ ഒക്കെ വരട്ടെ, അപ്പ കാണാം കാര്യങ്ങൾ ടോട്ടലി അങ്ങോട്ട് മാറുന്നത്. ഭജനയും നേർച്ചയൊക്കെ നടത്തേണ്ടവര് അതങ്ങ് നടത്തിക്കോണം. വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങള് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. അതെ, സയൻസിൽ വിശ്വസിച്ചു പോകുന്ന ആളാ ഞാൻ. മുകളിൽ ദൈവം എന്ന് പറഞ്ഞൊരാളിരുന്ന് നമ്മളെ നോക്കുകയാണെന്നും പുള്ളിയുടെ പ്രീതിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തില്ലെങ്കിൽ സർവത്ര കുഴപ്പമാവുന്ന വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല ഞാൻ. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? എടാ, അങ്ങനെ ഈശ്വരനെ കളിയാക്കുന്ന പോലൊന്നും എന്റെ മോൻ സംസാരിക്കല്ലേ, അത് തെറ്റാണേ. ചേട്ടാ, ദൈവം എന്ന പേരിൽ ഒരാള് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് കണക്ക് പുസ്തകവുമായിട്ട് അവിടെ നമ്മളെ നോക്കിയിരിക്കുവല്ലാന്ന് എല്ലാവർക്കും അറിയാം. അജുവേട്ടാ, ഈശ്വരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈശ്വരാംശമാണ് എന്ന് വിശ്വസിക്കുന്നതാണോ, ഞാൻ പരിണാമം കൊണ്ട് വാലുപോയ കൊരങ്ങനാണ് എന്ന് വിശ്വസിക്കുന്നതാണോ നല്ല വിശ്വാസം? അതൊന്നാം തരം ചോദ്യമോ? അതാണ്. എനിക്ക് ചായ വേണം. എന്റെ അജുവേട്ടാ, ഒരു ഉത്തമനായ ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, അല്ലേ അമ്മേ? അതെ. എനിക്കും കൂടി വേണ്ടിയാണ് ഇവള് നേർച്ച നേർന്നത്, അതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാം എന്ന് പറയുന്നിടത്താ ഭാര്യയ്ക്കൊരു പരിഗണന കിട്ടുന്നത്, അല്ലേ? എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അജുവേട്ടൻ ഇന്ന് ഉപവാസം ഇരിക്കും, രാത്രി 10 മണിവരെ. എനിക്കിപ്പം മനസ്സിലായി. എനിക്കൊരു പണി തരുക, ഞാൻ കാണിച്ചു തരാം. അല്ല ജോട്ടാ, വിശന്നിരിക്കാനുള്ള ആത്മബലം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. ചായ എടുക്കട്ടെ? പാവാ മോളെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ വിശന്നിരിക്കുന്നെ. ഇതിപ്പോ ഭർത്താവിന്റെ ക്ഷേമ ഐശ്വര്യത്തിനു വേണ്ടി ഭാര്യ നേർന്നതല്ലേ? അത് നമ്മൾ അറിയണ്ട. എന്താ പറയുന്നേ? വിറ്റ്നസ് കൂറുമറിയുന്നോ? ജോർജ് കുട്ടി, ഇത് പ്രസ്റ്റീജ് കേസാ. അയാളുടെ മൊഴി ആശ്രയിച്ചാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു സാക്ഷിയുടെ മനസ്സ് മാറുന്നത് പോലെ അറിയാൻ സാധിക്കാതെ താൻ ഇനി പിന്നെ എങ്ങനെയാണോ സ്വന്തമായിട്ടൊരു കേസ് വായിച്ച് ജയിക്കാൻ പോകുന്നത്? ഒന്നും കേൾക്കണ്ട എനിക്ക്. താനവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്താൽ മതി. തീർന്നു, കേസിന്റെ കാര്യം തീർന്നു. ഇവനൊക്കെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് നടക്കുക. എന്താ സർ? എന്തായാലും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. അടുത്ത 1 വർഷത്തിൽ സാറിനെ ബാധിക്കുന്ന ഏത് കാര്യവും എന്നെയും ബാധിക്കുന്നതാ. കാരണം കേസ് ബാധിച്ച് എന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരേണ്ട ആളാണ് സാറ്. അപ്പോ സാർ മെന്റലി ഫ്രഷ് ആയിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. വിശന്നിട്ടാണോ സർ? എന്തോന്ന്? അല്ല, ഇന്ന് ഉപവാസമല്ലേ, രാവിലെ ആഹാരം കഴിച്ചില്ല, അപ്പോ വിശപ്പ് കയറി അങ്ങനെ. ഓവറാവരുത്. അത് ഞാൻ അങ്ങോട്ടാണ് സർ പറയേണ്ടത്. ടെൻഷനൊന്നും ഓവർ ആവാൻ പാടില്ല. സാർ കാര്യം പറ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ വിസ്താരം. കേസിന്റെ ഏറ്റവും പ്രധാന സാക്ഷി കൂറുമാറിയുന്നു. മോളെ, അമ്മ എന്താ അവിടെ തന്നെ നിന്നാളെന്നെ? എന്താ അമ്മേ? അല്ല, രാവിലെ ആഹാരം കഴിക്കാതെ ഓഫീസിൽ പോവല്ലേ, അതിന്റെ എന്തെങ്കിലും ക്ഷീണം ഉണ്ടോന്ന് അറിയാൻ. ചായയും കുടിച്ചിട്ടില്ലല്ലോ.
അമ്മയ്ക്ക് തുല്യമായി വേറൊന്നും ഈ ലോകത്തില്ല എന്ന് പറയുന്നത് ഇതാ. അമ്മമാര് എത്ര ദിവസം വേണമെങ്കിലും ഉപവാസം ഇരിക്കും. പക്ഷെ മക്കൾക്ക് ഒരു നേരത്തെ ചായ തെറ്റിയാ തന്നെ ടെൻഷനാവും. അജുവേട്ടന് നല്ല ടെൻഷനില്ല. എന്താ മോനെ ആഹാരത്തിന്റെ അതൊന്നുമല്ല. കേസിന്റെ എന്തോ കാര്യം അമ്മേ. അജുവേട്ടനൊരു ആത്മവിശ്വാസക്കുറവ്. കോടതി കാര്യങ്ങളെ കുറിച്ച് നിനക്കങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവാറില്ലല്ലോ? സർ, ഇത്തരം സന്ദർഭങ്ങളിൽ ആശ്രമത്തിലും ഹോസ്പിറ്റലിലും ഞാൻ നടത്തുന്ന ഒരു പരീക്ഷണമുണ്ട്. സാറിന് ചിലപ്പോ ഇതിലൊന്നും വിശ്വാസം കാണില്ല. പക്ഷെ ഞങ്ങൾക്ക് വലിയ വിശ്വാസം 100% ശരിയായി വന്നിട്ടുണ്ട്. എന്താ മോളെ ആ പരീക്ഷണം? ഇപ്പൊ ആശുപത്രിയില് ഓപ്പറേഷൻ ദിവസം അടുക്കുമ്പോ ചില ഡോക്ടേഴ്സിന് ഓപ്പറേഷന്റെ വിജയത്തിൽ ചില സംശയം ഉണ്ടാവും. അപ്പോ ഞാനൊരു പരീക്ഷണം നടത്തും. 4 തുണ്ട് കടലാസുകൾ എടുക്കും. ഒന്നിൽ സക്സസ് എന്ന് എഴുതും. ബാക്കിയുള്ളവയിൽ പരാജയം, പറയാൻ പറ്റില്ല, ഇങ്ങനെ എഴുതും. സക്സസ് വന്നാൽ വിജയിക്കും, പരാജയം വന്നാൽ ആ രീതിയിലായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ആ പരീക്ഷ ഒന്നും ഇവിടെ വേണ്ട. എടാ മോനെ, എന്നാലും നമുക്കൊരു സൂചന കിട്ടുമല്ലോ മോനെ. ഇനി പരാജയമാണെങ്കിൽ തന്നെ അത് മുന്നിൽ കണ്ട് കൂടുതൽ ഒരുക്കങ്ങൾ നടത്താലോ. ഇതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെങ്കിലും ഭാവി അറിയാൻ ഒരു ഉത്സാഹം കാണില്ലേ? അങ്ങനെ കണ്ടാ മതി. വേണ്ട, അങ്ങനെ എഴുതിയൊന്നും ബുദ്ധിമുട്ടണ്ട. എന്താടാ? എന്റെ അമ്മയുടെ ഒരു സന്തോഷത്താ അങ്ങനെ കരുതിയാ മതി അജുവേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസമില്ല. എനിക്ക് എന്റെ മനസ്സിലെ വിശ്വാസം ഇതുപോലുള്ള സൂത്രവിദ്യകളിലല്ല. മോൾ അതിങ്ങി എഴുതിക്കൊണ്ടു വാ. അവന് വേണ്ടി ഞാൻ എടുത്തോളാം. അത് മതി. മക്കൾക്ക് വേണ്ടി മക്കള് തന്നെ ചെയ്യുന്നതിലും ഇഫക്റ്റീവ് അമ്മമാര് ചെയ്യുമ്പോഴാ. ഇപ്പൊ ശരിയാവും. സംഗതി റെഡി. എടുക്കമ്മേ. നീ ധൈര്യമായിട്ട് ചെല്ല്, ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് ചെല്ല അജുവേട്ടാ. ഇതില് വരുന്ന ഫലം കൃത്യമായിരിക്കും. ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതും അങ്ങനെയായിരിക്കും. ശരി, ഞാൻ ഇറങ്ങാമേ. മോനെ, ആഹാരം കഴിക്കാതെ ക്ഷീണം എന്തെങ്കിലും? അതൊന്നും ഇല്ല അമ്മേ. അമ്മ പറഞ്ഞു ക്ഷീണിപ്പിക്കാതിരുന്നാ മതി. അജുവേട്ടാ, ഈ സക്സസ് തുണ്ടിന് ഫലം ഉണ്ടാവും, ഉറപ്പാ. താങ്ക് യു. അയ്യോ അമ്മ, അത് വേണ്ട പ്ലീസ്, വേണ്ട വേണ്ട വേണ്ട. നിക്ക് അമ്മേ, വേണ്ട. അരുണിമ ചേച്ചിയുടെ മോള് തന്നെ. എന്നുവെച്ചാ അരുണിമ ചേച്ചിയും ഇതുപോലെ കാണിക്കും. അനുവിന്റെ അച്ഛൻ നന്ദഗോപേട്ടൻ കോടതിയിലെ ചില കാര്യങ്ങളിൽ ഡള്ളായിരിക്കും. അരുണിമ ചേച്ചി ഇതുപോലെ നറുക്കിടും. സക്സസ്, ഫെയിലുവർ, പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെയൊക്കെ. ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു, എല്ലാത്തിലും എഴുതിയിരിക്കുന്നത് സക്സസ്. ഒരു ചെറിയ മോട്ടിവേഷൻ അമ്മ.
മനസ്സിന് ശക്തി കിട്ടുക എന്നുള്ളതാണല്ലോ എവിടെയും പ്രധാനം. ജയിക്കുമെന്ന് മനസ്സ് പറഞ്ഞ അത് പ്രവൃത്തിയിലും റിഫ്ലക്ട് ചെയ്യും. അതെ, അത് ശരിയാ. പക്ഷേ ഞാൻ ഓർക്കുന്നത് അരുണിമ ചേച്ചി മോളും തമ്മിലുള്ളൊരു സാമ്യ, അതൊരു അതിശയം തന്നെ. അടുക്കള ജോലി തുടങ്ങാറായില്ലേ? അത് ശരി, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല മധു, ഞാൻ പറയായിരുന്നേ, അരുണിമ ചേച്ചിയും പൂജമോളും തമ്മിലുള്ള സാമ്യം. അരുണിമ ചേച്ചി ഇവളും തമ്മിൽ സാമ്യോ? അത് കൊള്ളാലോ. ഇവര് തമ്മിൽ എന്ത് സാമ്യ? അരുണിമ ചേച്ചിക്ക് ഒരു കുടുംബമുണ്ട്, ഇവക്ക് കുടുംബമുണ്ടോ? അരുണിമ ചേച്ചിക്ക് അച്ഛനും അമ്മയുണ്ട്, ഇവക്കോ? അരുണിമ ചേച്ചി നാട്ടുകാരെ സാക്ഷിയാക്കിയ നന്ദേട്ടനെ വിവാഹം ചെയ്തത്, ഇവളോ? മതി, നിർത്ത്. എന്തായാലും മധുവിനെ പോലെ ആരും ദ്രോഹിക്കുന്ന മനസ്സില്ലല്ലോ. ഓഹോ, അത് ശരി. മരുമോളുടെ മുന്നിൽ വച്ചിട്ട് എന്നെ അധിക്ഷേപിച്ചു തുടങ്ങിയല്ലേ? എനിക്ക് ദ്രോഹ മനസ്സാണെങ്കിലേ അതെന്റെ അരുണിമ ചേച്ചിക്ക് വേണ്ടിയിട്ടാ. അരുണിമ ചേച്ചി ദ്രോഹിച്ചവരെ ഞാനും ദ്രോഹിക്കും, അത്രേ ഉള്ളൂ. മധു, അരുണിമ ചേച്ചി എനിക്കറിയാം. ചേച്ചിയുടെ വക്കാലത്ത് നീ എടുക്കണ്ട. അമ്മ വേണ്ട, ഞാൻ കാരണം വഴക്ക് വേണ്ട. അയ്യടി മനമേ, വഴക്കിനൊക്കെ കാരണക്കാരിയായ ആള് ഇന്ന് വെള്ളക്കൊടി വീശുന്ന കണ്ടില്ലേ? ഞാൻ കാരണം വഴക്കൊന്നും വേണ്ടാന്ന്. ഒന്ന് പോയി താ മധു. ഹലോ, ഇത് എന്റെയും കൂടി വീടാ. ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങി പോണ്ടത് ഇവളാ. ഇവളിറങ്ങട്ടെ ആദ്യം, പുറകെ ഞാനും ഇറങ്ങാം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ മോളെ ഇവിടുന്ന് ഇറക്കി വിടാന്ന് മധുമിതയല്ല ആരും വിചാരിക്കണ്ട. കുടിച്ച് വെള്ളത്തിൽ വിചാരിക്കണ്ട. അമ്മേ, ദിവസവും ഞാൻ കാരണം ഓരോ പ്രയാസങ്ങള്. മോള് കാരണമൊന്നുമല്ല, ഇത് അവളുടെ സഹജ സ്വഭാവ. മോളല്ലെങ്കിൽ മറ്റൊരു കാരണം അവള് കണ്ടുപിടിക്കും. മോള് പേടിക്കല്ലേ, ഒരു നിഴല് പോലെ അമ്മ കൂടെ ഉണ്ടാവും. അനുവിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ പകുതി ആശ്വാസം കിട്ടിയേനെ. ഹലോ ആന്റി. മോളെ, ആന്റിയോട് ദേഷ്യമാണോ മോളെ? ആന്റി കാര്യം പറ. ഒരു കാര്യം നേരെ ചൊവ്വെ നടത്താൻ പറ്റാത്ത ആന്റിയോട് ദേഷ്യമായിരിക്കോ ഇഷ്ടമായിരിക്കോ എന്ന് ആന്റിക്ക് തന്നെ അങ്ങ് അറിഞ്ഞൂടെ? പറ്റിപ്പോയി മോളെ, മനുഷ്യരല്ലേ, കൈപ്പഴ സംഭവിക്കും. എനിക്കറിയാം, സന്തോഷ് ഡാർലിങ്ങിന്റെ കാര്യത്തില് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഫോണിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോ? മോളെ, അവള് ഫോണില് ലോക്കിട്ട് കളഞ്ഞു, പാസ്വേഡ് ഇട്ടു. ഈ പാസ്വേഡ് കണ്ടുപിടിച്ചമാരെങ്ങനെ എന്റെ കൈ കിട്ടിയാൽ ആന്റി എന്ത് ചെയ്യുന്നു? ആന്റിക്ക് ഈ വാചകമല്ലാതെ ഒരു കാര്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ, അങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറഞ്ഞു കളയല്ലേ. ആ ഫോൺ എന്തായാലും ഒരു ഭീഷണിയായിട്ട് അവിടെ കാണുമെന്നുള്ളത് ഉറപ്പാ. അതൊക്കെ ഞാൻ വേണ്ട രീതി കൈകാര്യം ചെയ്തോളാം മോളെ. മോളെ, ഞാനിപ്പോ വിളിച്ചതേ മാധുരി ചേച്ചി പറഞ്ഞ് ആ പൂജയെ അരുണിമ ചേച്ചിയുടെ മോളാക്കി അങ്ങ് മാറ്റുവാണോ എന്നൊരു സംശയമുണ്ട്. എന്താ ആന്റി? അല്ല മോളെ, അരുണിമ ചേച്ചിയുടെ മോള് അർജുനെ കല്യാണം കഴിക്കും. അങ്ങനെ ആയിരുന്നല്ലോ പണ്ടത്തെ തീരുമാനം. തീരുമാനിച്ച പോലെ നടന്നില്ല. ഇനിയിപ്പോ വന്നു കയറിയ ഈ പൂജ അരുണിമ ചേച്ചിയുടെ മകളാണെന്ന് സ്ഥാപിക്കാൻ മാധുരി ചേച്ചി ഓരോരോ സന്ദർഭങ്ങൾ ഉണ്ടാക്കാവാം എന്നൊരു സംശയമുണ്ട്. പൂജയാണ് യഥാർത്ഥ മകളെന്ന് അവര് തിരിച്ചറിഞ്ഞു. മോളെ പറയാന്റി. അല്ല, ഇന്ന് ആ പൂജ ഒരു തുണ്ടെടുത്തു, സക്സസ് തുണ്ട്. അത് കണ്ടിട്ട് മാധുരി ചേച്ചി പറയുക അത് അരുണിമ ചേച്ചി ചെയ്യുമ്പോലുണ്ടെന്ന്. അരുണിമ ചേച്ചി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. പൂജ ചിരിച്ച ഉടനെ അരുണിമ ചേച്ചി ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പൂജ ഭക്ഷണം വെച്ച അരുണിമ ചേച്ചി ചെയ്യും പോലെ, പൂജ കരഞ്ഞ അരുണിമ ചേച്ചിയെ പോലെ.
ചുരുക്കത്തിൽ മോളെ പറഞ്ഞു പറഞ്ഞ് അരുണിമ ചേച്ചിയുടെ മോളുടെ അവതാരം എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുക മാധുരി ചേച്ചി. ശക്തമായ ഇടപെടൽ വേണം മോളെ. ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടേ പറ്റൂ. ആന്റി ഫോൺ വെക്ക്. അയ്യോ, മോള് ടെൻഷനായോ? ടെൻഷനൊന്നും അല്ല, എനിക്കൊരു ടെൻഷനും ഇല്ല. എന്റെ അമ്മയുടെ മകളെ ഞാനാണോ അവളാണോ എന്ന് കാണിച്ചു കൊടുക്ക. ആന്റി ഫോൺ വെക്ക്. അനുക്കുട്ടി എന്തോ വർക്കൗട്ട് ആക്കുന്ന പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. മോളെ 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 ആ അമ്മ. ആകാശം ഇടിഞ്ഞു വീണാലും അറിയാത്ത പോലെയാണല്ലോ. ഒന്നുമില്ല അമ്മേ, വെറുതെ ഒന്ന് സമയം പോവാൻ വേണ്ടി ഒരു പടം വരച്ചതാ. ആ മോള് വരയ്ക്കുന്നതൊക്കെ കൊള്ളാട്ടോ. എനിക്ക് അതിശയം തോന്നിയതേ അമ്മയുടെ പഴയകാല ചിത്രം വരച്ചില്ലേ അമ്മയുടെ ബർത്ത്ഡേക്ക്. ഇപ്പൊ ആരുടെ പടാ? എന്തു പടാ? കാണട്ടെ. അയ്യോ വേണ്ട, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുടെ പടമാ. ഒന്ന് വരയ്ക്കണമെന്ന് തോന്നി അങ്ങ് വരച്ചു തുടങ്ങിയതാ. എന്നാലും ഒന്ന് നോക്കട്ടെ. വേണ്ട അമ്മേ, കുറച്ച് ഫൈനൽ ടച്ചസ് ഒക്കെ ഉണ്ട്, ശരിയായിട്ടില്ല. ഇതിപ്പോ ചിലരോട് പാടാൻ പറയുമ്പോഴേ തൊണ്ട ശരിയായിട്ടില്ല എന്നൊക്കെ പറയും പോലെ. എവിടെ നോക്കട്ടെ മാറി. വേണ്ട അമ്മേ, ഞാൻ വിളിച്ചിട്ട് കേൾക്കാതെ സ്വയം മറന്ന് ആരുടെ പടാ വരയ്ക്കുന്നതെന്നൊന്ന് കാണണമല്ലോ. ചിത്രം. അയ്യോ അമ്മേ, അമ്മേ, ഇതേ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനത്തിൽ ഒന്നായത്. വലിയ സമ്മാനങ്ങളിൽ ഒന്നെന്നല്ല, ഒന്നാമത്തേതെന്ന് തന്നെ പറയാം. താങ്ക്സ് ഒന്നും പറയുന്നില്ല. നന്ദിയിൽ ഒതുക്കിക്കളയാവുന്ന ഒന്നല്ല ഈ സ്നേഹം. അന്ന് അമ്മയുടെ തൂവാലയിലെ ചിത്രം കണ്ട് അമ്മ ഞെട്ടിയതുപോലെ ഞാനും ഞെട്ടി. പണ്ട് അരുണിമ ചേച്ചി ഇതുപോലെ എല്ലാവരുടെയും പടം വരയ്ക്കും. ആ ഗുണം എന്റെ മോക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ അമ്മേ, അങ്ങനൊന്നും പറയരുത്. ഇതിപ്പോ ഞാനൊന്ന് വെറുതെ വരച്ചു. അന്ന് അച്ഛമ്മയ്ക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരച്ചു. വെറുതെ ഒന്നുമല്ല വരച്ചത്, വളരെ ആത്മാർത്ഥമായിട്ടാ. ആ ആത്മാർത്ഥതയെ ഈ പടം കണ്ടാൽ അറിയാം. എത്ര വലിയ പ്രതിഫലം തന്നാലും ഇതിന്റെ വിലയാവില്ല. അമ്മയുടെ സ്നേഹമുള്ള വാക്കുകൾ ഏത് പ്രതിഫലത്തെക്കാളും വില കൂടിയതാ. രണ്ട് കാര്യങ്ങളിലാ എനിക്ക് സന്തോഷം. ഒന്ന്, എന്റെ മോള് എന്റെ നല്ലൊരു പടം വരച്ചു. രണ്ട്, ഒരു വലിയ കലാകാരിയാ, ഒരു നല്ല ചിത്രകാരിയാ എന്റെ മോന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. അയ്യോ അമ്മേ, അതുപോലെ തന്നെ വലിയ കുറ്റബോധവും തോന്നുക. ഇത്രയും കഴിവുള്ള ഒരാള് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവളല്ല. ഞാൻ അർജുനോട് പറയാം, ചിത്രകലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി പഠിക്കണം. അയ്യോ, ഇനി എന്തു പഠിക്കാൻ? പഠിപ്പിക്കണം. എന്റെ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. അമ്മ എന്നെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ടൊക്കെ പറയുമ്പോ എനിക്കൊരു തോന്നല് വന്നതാ, അമ്മയുടെ പടം വരയ്ക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. ശ്രമിച്ചു നോക്കാന്നോ? വലിയ കഴിവുള്ളവരിങ്ങനെയാ, വാക്കുകളിലും പ്രവർത്തികളിലും ഒരു എളിമ കാണിക്കും. ശ്രമിച്ചു നോക്കിയതൊന്നുമല്ല, ഇത് ഈസി ആയിട്ട് അങ്ങ് വരച്ചതാ. ഇതിനി ആജീവനാന്തകാലം എന്റെ കൂടെ ഉണ്ടാവും. എവിടെ അമ്മയുടെ പടം വരച്ച വിരലുകൾക്കൊരു ഉമ്മ തരട്ടെ. മോളെ,
ഒന്നുമില്ലമ്മേ. പണ്ട് അമ്മ എനിക്ക് ഉമ്മ തന്നതായി അവ്യക്തമായൊരു ഓർമ്മയുണ്ട്. ഒരു ഓർമ്മ പോലെ. ഇപ്പോഴാ ഒരമ്മയിൽ നിന്ന് സ്നേഹവും ഉമ്മയും ഒക്കെ നേരിട്ട് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറയാ. മോക്ക് അരുണിമ ചേച്ചിയായിട്ട് എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ തന്നെ തോന്നുക. ചിലപ്പോ പൂർവജന്മ ബന്ധമായിരിക്കും. ആ പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അരുണിമ ചേച്ചിയുടെ ഓർമ്മ ദിവസം വരിക. മോളായിരിക്കണം പടത്തിൽ പൂവിടേണ്ടതും ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടതും. എന്റെ ഒരാഗ്രഹ. എനിക്കും അത് വലിയ സന്തോഷം അമ്മ. ഇവിടെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ആ ആന്റി ഇപ്പോ എന്റെ മനസ്സിലും ഉണ്ട്. അല്ല, അമ്മ എന്തിനാ വന്നേ? ആ മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാനാ വന്നത്. ഈ പടത്തിന്റെ മുമ്പിൽ എല്ലാം മറന്നുപോയി. ഹാ, എനിക്ക് തോന്നി ഇവിടെ ആയിരിക്കുമെന്ന്. എന്താ മധു? അല്ല, ഭക്ഷണം കഴിക്കാൻ അടുക്കള ചെന്നപ്പോ മാധുരി ചേച്ചിയെ കണ്ടില്ല. അവിടെ അല്ലെങ്കിൽ പിന്നെ ഇവിടെയെന്ന് ഞാൻ അങ്ങ് ഊഹിച്ചു. ഭക്ഷണം കഴിക്കാൻ സമയം ചേച്ചി. വാ ചേച്ചി. ആ മധുവിനെ എടുത്തു കഴിക്കാൻ പാടില്ലേ? വിളമ്പി തന്ന് കഴിക്കുന്നതിന്റെ സുഖം ഇല്ല എടുത്തു കഴിക്കുമ്പോ, അറിയില്ലേ? ശരി. ദേ മോളെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതായിരുന്നു. അപ്പോഴാ മോള് പടം വരയ്ക്കുന്നത് കണ്ടത്. ദേ കണ്ടോ, മോള് വരച്ചതാ. മാധുരി ചേച്ചിയുടെ പടം നല്ല സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ഇവളെല്ലാവരെയും കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ്. എങ്ങനുണ്ട് മധു? ഇതാരുടെ പടാ മാധുരി ചേച്ചി? ആരുടെയാണെന്ന് പിടികിട്ടിയില്ലേ? സൂക്ഷിച്ചു നോക്ക്. ആ, ഇത് നമ്മുടെ ശിവൻ ചേട്ടന്റെ ഭാര്യ സൗദാമിനി ചേച്ചിയുടെ അല്ലേ? കൊള്ളാം. അതോ അന്നാ സഹായം ചോദിച്ചു വന്ന ക്യാമ്പിലെ? എന്തിനാ മധു ഇങ്ങനെയൊക്കെ പറയുന്നേ? ആളാരാണെന്ന് മധുവിന് മനസ്സിലായി, എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഇതേ എന്റെ പടാ. ഇതോ മാധുരി ചേച്ചിയുടെ പടോ? ബെസ്റ്റ്. അന്ന് ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് കണ്ണ് കാണാത്തോണ്ടാ അമ്മയുടെ പൂർവകാല ചിത്രമെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്തത്. അമ്മയെ പറ്റിക്കാം, എന്നെ പറ്റിക്കാൻ കിട്ടില്ല. ദേ, മാധുരി ചേച്ചിയുടെ മൂക്ക് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? മാധുരി ചേച്ചിയുടെ കണ്ണേ നല്ല ഐശ്വര്യമുള്ള തിളക്കമുള്ള കണ്ണുകളാ. അയ്യേ, ഇതാ കടലും കടലാസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കാം. പക്ഷെ മാധുരി ചേച്ചി ഈ പടവുമായിട്ട് സാമ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞേക്കില്ല. മാധുരി ചേച്ചി ആയോണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇത് ചുരുട്ടിക്കുട്ടി മോത്തറിഞ്ഞേനെ. മധു, ഞാൻ ഉപദേശിക്കല്ല. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയാൻ പഠിക്കേ. നല്ലതിനെ നല്ലതെന്നേ ഞാൻ പറയൂ. അതാ എപ്പോഴും അനുമോള് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.